കൊട്ടാരക്കര ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് പി.ഒ. മാത്യു മാന്തോട്ടം മെമ്മോറിയൽ ലെക്ചർ 2024 നടത്തപ്പെട്ടു. ഡിസംബർ 21 ശനിയാഴ്ച അസോസിയേഷൻ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി.കെ. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ.എസ്. അനീഷ് സ്വാഗത പ്രസംഗം നടത്തി. കേരള ഹൈക്കോടതി ഹോണറബിൾ ജസ്റ്റിസ് ജി. ഗിരീഷ് എവിഡൻസ് ആക്ട് എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തി. കൊട്ടാരക്കര ബാർ അസോസിയേഷനിലെ മുൻകാല അഭിഭാഷകനായ അഡ്വക്കേറ്റ് പി.ഒ. മാത്യു മാന്തോട്ടത്തിലിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് 2018 മുതൽ തുടർച്ചയായി എല്ലാ വർഷവും ലെക്ചർ സീരീസ് സംഘടിപ്പിക്കുന്നത്. അന്നുള്ള പ്രായമായ അഡ്വക്കേറ്റ്സിൽ ഉള്ള ഒരു ഗ്യാങ്ങിൻ്റെ ഒരു ലീഡറായിരുന്നു. ഞങ്ങൾക്ക് എപ്പോഴും വളരെ തമാശയായിട്ട് ഒത്തുകൂടി ബാർ അസോസിയേഷനിലിരുന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ഓരോ കേസിൻ്റെയും തങ്ങളിൽ സംസാരിച്ച് വളരെ തമാശ രൂപത്തിൽ കാര്യത്തെ കാണുന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം നിലമേലിലെ ഒരു വലിയ കേസിൽ നിലമേൽ ജംഗ്ഷൻ മൊത്തം ഒരു 5-6 വർഷക്കാലം ഭരിക്കുന്ന ഒരു റിസീവറായിരുന്നു. ആ കാലത്ത് അവിടെയുള്ള രാഷ്ട്രീയക്കാരും വിവിധ ജാതി മത സംഘടനകളുടെ ആളുകൾ എല്ലാവരും വളരെ തർക്കങ്ങളും ഒക്കെ പുറപ്പെടുവിച്ചിരുന്നൊരു ഭൂമിയെ സമാധാനപരമായി 6-7 വർഷക്കാലം ഭരിച്ച ഒരു ബെസ്റ്റ് റിസീവറായിട്ട് ആയിരുന്നു അദ്ദേഹം അന്ന് അറിയപ്പെട്ടത്. നിലമേൽ വരുമ്പോഴെല്ലാം ഞങ്ങൾ ഒന്നിച്ച് വളരെ കാലം വീട്ടിലും മറ്റും കഴിഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം വളരെയധികം അനുഗ്രഹപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മക്കളാണ്. അവരുടെ ഈ ആണ്ടുതോറും ഇത് നടത്താനുള്ള സന്മനസ്, അദ്ദേഹത്തിനോടുള്ള കടപ്പാട് നമുക്ക് മനസ്സിലാക്കും. മറ്റ് ധാരാളം അഭിഭാഷകർ ഇവിടെ പ്രശസ്തരായിട്ടുണ്ടായിരുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു പ്രസ്ഥാനം ആദ്യമായിട്ട് തുടങ്ങാനും അത് വളരെയധികം ചിട്ടയോടുകൂടി കൊണ്ടുപോകാനും ഉള്ള അദ്ദേഹത്തിൻ്റെ മക്കളുടെ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. ചടങ്ങിൽ വിവിധ കോർട്ടുകളിലെ ജഡ്ജിമാർ, സബ് ജഡ്ജിമാർ, മുനിസിപ്പൽ മജിസ്ട്രേറ്റുമാർ എന്നിവരോടൊപ്പം 100-ലധികം അഭിഭാഷകർ പങ്കെടുക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. പി.ഒ. മാത്യു എന്ന് പറയുന്ന അഭിഭാഷകൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇതിവിടെ നടത്തുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരക്കരയിലെ വളരെ പഴക്കമുള്ള ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഫാമിലിയിൽ ജനിച്ച ആളാണ്. അദ്ദേഹം മാന്തോട്ടം എന്ന കുടുംബത്താണ് ജനിച്ചത്. അദ്ദേഹം ഇവിടെ പ്രാക്ടീസ് ഏതാണ്ട് 45 വർഷത്തോളം ഇവിടെ പ്രാക്ടീസ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ 99 വയസ്സ് അദ്ദേഹത്തിന് പ്രായം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രാക്ടീസിനിടയിൽ വളരെ ജനറസായിട്ടും നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിൽ നിന്നും എല്ലാവർക്കും കിട്ടിയിരുന്നത്. അദ്ദേഹത്തിന് സ്നേഹിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെന്ന് പറയുമ്പോൾ ഇവിടെ വളരെ ചുരുക്കം ആളുകൾ ഇപ്പം പരിചയമുള്ളൂ. കാരണം അദ്ദേഹം മരിച്ചതിന് ശേഷം പുതിയ അഡ്വക്കേറ്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. പഴയ ആളുകൾക്ക് മാത്രമേ അദ്ദേഹത്തെ നേരിട്ട് പരിചയമുള്ളൂ. അപ്പോൾ ഈ ഇത്രയും വർഷത്തെ പ്രാക്ടീസിനിടയ്ക്ക് ഒരുപാട് ക്ലയൻസിനെയും അതുപോലെ തന്നെ അഭിഭാഷകരെയും മറ്റു സുഹൃത്തുക്കളെയും അദ്ദേഹത്തിന് സമ്പാദിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മകനും കുടുംബവും മാത്യു അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ചേർന്നാണ് ഈ ലെക്ചർ ഇവിടെ നടത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഓർമ്മയ്ക്ക് മുമ്പിൽ ഞങ്ങളെല്ലാം വളരെ നമ്രശിരസ്കരാണ്. ഈ മഹാമനസ്കതയ്ക്ക് നമ്മൾ നന്ദി പറയാൻ വാക്കുകളില്ല. മറ്റാരും ചെയ്യാത്ത പുണ്യപ്രവർത്തനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പി.ഒ. മാത്യു എന്ന് പറയുന്ന മനസ്സിൻ്റെ ഉടമയായ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നത് തന്നെ ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയും ചെയ്യും. അഡ്വക്കേറ്റ് അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് പരിചയമില്ല. ഞാൻ 97 അപ്രന്റീസ്ഷിപ്പ് 98 എൻറോൾ ചെയ്താണ് ഈ സെൻറ്ററിലേക്ക് എത്തുന്നത്. പക്ഷേ എന്നാൽ 2018 എന്നെ ഇവിടുത്തെ ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ടു. അന്നത്തെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഞാനും കൂടെ, അന്ന് പ്രസിഡൻ്റ് ആശാനായിരുന്നു, NB പ്രദീപായിരുന്നു. അദ്ദേഹവും ഞാനും കൂടെ അദ്ദേഹത്തെ ഈ മാത്യു അദ്ദേഹത്തിൻ്റെ മകനെ പോയി കണ്ടു. അന്ന് അദ്ദേഹം LICയിൽ നിന്ന് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് ഈ കാര്യം പോയി അങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളായി വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ അഭിഭാഷക യുവാക്കളായിട്ടുള്ള പുതുതായിട്ട് പ്രൊഫഷനിലേക്ക് വരുന്ന അഭിഭാഷകർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് കരുതി ഓരോ സബ്ജക്റ്റിലും എന്തെങ്കിലും ഒരു സെലക്ടഡ് സബ്ജക്റ്റിൽ ഹൈക്കോടതിയിൽ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാമെന്നും അതിലേക്ക് ആവശ്യമായ മുഴുവൻ സജ്ജീകരണങ്ങളും അവർ തന്നെ കുടുംബാംഗങ്ങൾ തന്നെ നടത്തിക്കൊള്ളാമെന്നും അവർ സമ്മതിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2018 മുതൽ തുടങ്ങിയിട്ടുള്ള എല്ലാ വർഷങ്ങളിലും അവർ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. യുവ അഭിഭാഷകർക്ക് വളരെയധികം പ്രചോദനം നൽകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഹൈക്കോടതി ജഡ്ജസിനെ കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. പി.ഒ. മാത്യുവിനെ കണ്ടില്ല എങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു കേട്ട അറിവുകൾ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ശിരസ് നമിക്കുകയാണ്. എൻ്റെ ആത്മാവ് നിത്യശാന്തി നേരുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെല്ലാം എല്ലാ അനുഗ്രഹങ്ങളും സർവശക്തനായ ഭഗവാന്റെ കാലത്തിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.